നമസ്കാരം. ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയൊരു വർഷത്തിലാണ്, 2020. ഇന്ന് ശരിക്കും നമ്മളിന്ന് ഷൂട്ട് ചെയ്യുന്ന ദിവസം ജനുവരി 1 തന്നെയാണ്. അപ്പോൾ ഈ 2020 നമുക്ക് ഓർഗാനിക് കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി നിങ്ങൾ നമ്മളെ കൂടെ തുടർന്നും ഉണ്ടാവണം. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഈ കാർഷിക മേഖലയിൽ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതികളെല്ലാം, ഓർഗാനിക് കേരളത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതികളെല്ലാം നമ്മുടെ കേരളത്തിലെ കർഷകർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയും നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് കാട്ടക്കാമ്പൽ പഞ്ചായത്തിലുള്ള ബഷീർ എന്ന കർഷകൻ്റെ അടുത്താണ്. ഈ ബഷീറാക്കൻ്റെ പ്രത്യേകത, ബഷീറാക്ക് ഒരുപാട് കാലമായിട്ട് ഈ കൃഷി മേഖലയിൽ, കാർഷിക മേഖലയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു സാധാരണ മനുഷ്യനാണ്. അതാണ് പുള്ളിയെ നമ്മൾ അത്രയും സെലക്ട് ചെയ്തപ്പോൾ തന്നെ ബഷീറാക്കെ പോലുള്ള ഒരാളെ പുറം ലോകം ശരിക്കും അറിയണം. അപ്പോൾ അങ്ങനൊരു വലിയ ഇതും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2020 ആദ്യത്തെ വീഡിയോ നമ്മൾ ബഷീറാക്കനെ പറ്റിയിട്ടാണ്. നമ്മൾ ബഷീറാക്കൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഒരുപാട് ആളുകൾ പലപ്പോഴും കാർഷിക മേഖലയിൽ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നവരുണ്ട്. കൂടുതലായിട്ട് നെല്ലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് ആളുകളെങ്കിലും ഈ സീസണ് അനുസരിച്ചിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ബഷീർ, ഈ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും വിത്ത് തിരഞ്ഞെടുക്കുന്നതിൽ ഒരുപാട് അപാകതകൾ പറ്റാറുണ്ട്, അല്ലെങ്കിൽ വിത്ത് നടുന്നത് എങ്ങനെയെന്ന് പല ആളുകൾക്കും അറിയില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പല ആളുകൾ നേരിടാറുണ്ട്. അപ്പോൾ നമ്മൾ ബഷീറാക്കാൻ്റെ അടുത്ത് വന്നിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് നമ്മളൊരു വിത്ത് എന്താ പറയുക, പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളരി വർഗ്ഗ വിളകളുടെ വിത്ത് നടുന്ന രീതിയാണ്. അതിൻ്റെ വിത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന രീതി, വിത്ത് നടുന്ന രീതി, ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലൂടെ ബഷീറാക്കാനെ പരിചയപ്പെടാം. ബഷീറാക്കാൻ നമുക്ക് എങ്ങനെയാണ് ഒരു വിത്ത് സെലക്ട് ചെയ്യേണ്ടതെന്ന്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, അതിന് അടിവളം കൊടുക്കേണ്ടത് എങ്ങനെ, നമ്മളിപ്പോൾ വിത്ത് നടുന്നത് വരെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോണത്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ എന്തായാലും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടെ ഉണ്ടാവുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ബഷീറാക്ക, നമ്മളെ ഓർഗാനിക് കേരളം നമ്മുടെ കാർഷിക മേഖലയിലുള്ള ഇതുപോലെ നിങ്ങളെപ്പോലുള്ള കർഷകരെ കണ്ടെത്തുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ബഷീറാക്കാനെ പരിചയപ്പെടാൻ സാധിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ ബഷീറാക്ക നമുക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, എങ്ങനെയാണ് വിത്ത് നടുക എന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ജസ്റ്റ് ബഷീറാക്കാനെ പറ്റിയിട്ട് എത്ര കാലമായി ഇങ്ങനെ ഒരു കൃഷി രീതി വന്നിട്ട്? ഞാൻ ശരിക്കും ചെറുപ്പം മുതലേ ഞങ്ങൾ ഈ കാർഷികപരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉപ്പയാണ് ഞങ്ങൾക്ക് കൈപിടിച്ച് വന്നത്. അന്ന് മുതലാണ് ഞങ്ങൾ കൃഷിയിൽ തന്നെ, അതായത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടായിരുന്നത് നെൽകൃഷിയാണ്. അതിന് പറഞ്ഞാൽ ഇപ്പം ഞാനൊന്നൊരു ചെറുതായിട്ട് ഒരു ബോധം വെച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പച്ചക്കറി കൃഷിയിലേക്ക് ഞാൻ മാറി. ഓൾറെഡി ഇപ്പോൾ ഒരു 2.5 ഏക്കറത്തോളം ഇപ്പോൾ ഞങ്ങൾ നെൽകൃഷി ചെയ്യുന്നുണ്ട്. നെൽകൃഷി 2.5 ഏക്കർ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് 60 സെന്റ് ചിലപ്പോൾ പാട്ടത്തിന് എത്ര കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചക്കറി ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് 50 സെന്റിൻ്റെ അടുത്താണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ഈ സ്പോട്ട് എടുക്കുന്നത്. നമുക്ക് ഇനി സ്ഥലങ്ങൾ കിട്ടാനുണ്ട്, ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. നമുക്ക് ഒന്നുണ്ട് വെള്ളത്തിൻ്റെ പരിമിതി. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ കൊയ്ത്ത് കഴിഞ്ഞ് നമുക്ക് വെള്ളത്തിന് ഇവിടെ കിട്ടില്ല. അപ്പോൾ ഒരു 3-3.5 മാസത്തോളം നമുക്ക് ഇവിടെ വെള്ളത്തിന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പറമ്പിൽ നിന്ന് അടിക്കാം. ഇവിടെയുള്ള പറമ്പുകളിലൊക്കെ നമ്മൾ സപ്പോർട്ടാണ്. അത് നമുക്ക് എത്ര വേണമെങ്കിലും കൃഷി ചെയ്യാൻ. ഈ മറ്റുള്ള പറമ്പുകളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കും. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് കാണാം സ്പ്രിംഗ്ലർ വെള്ളമുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മോട്ടർപുരം, നമുക്കൊരു മോട്ടർപുരമുണ്ട്, മോട്ടർപുരമുണ്ട്. കുളങ്ങൾ വേറെ വെള്ളം. ഇനി വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് തോട്ടിൽ നിന്ന് തന്നെ നമുക്ക് അടിക്കാനുള്ള സജ്ജീകരണം നമുക്കുണ്ട്. നമുക്ക് അതിന് പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കാർഷികപരമായ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഭൂമിപരമായിട്ട് നമ്മുടെ കയ്യിലില്ല. നമ്മൾ നെൽകൃഷിക്ക് മാത്രമേ 2.5 ഏക്കർ നമുക്ക് നമ്മുടെയൊക്കെ ഉള്ളൂ. ചോദിക്കുന്നത്, എല്ലാ സീസണായിട്ടുള്ള കൃഷികളും നിങ്ങൾ ചെയ്യാറുണ്ട്? നമുക്കിപ്പോൾ ഓൾറെഡി വേനൽക്കാല കൃഷി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ, നമുക്ക് വർഷക്കാലത്ത് ഇവിടെ വെള്ളം ഒരു 2 ആളുടെ ഉയരത്തിൽ വെള്ളം നിൽക്കും. ഇപ്പോൾ ഓൾറെഡി പമ്പ് ചെയ്തിട്ടാണ്, ഇപ്പോൾ വെള്ളം വിരിച്ചിട്ടാണ് ഇപ്പോൾ ഞാറ് നടുന്നത്. ഈ വേനൽക്കാലത്തെ ഇപ്പൊ നേരത്തെ എന്നോട് പറയണ്ടായി, നമ്മള് വെള്ളരി വർഗ്ഗ വിളകളാണ് ഇപ്പൊ. വേനൽക്കാലത്ത് വെള്ളരി വർഗ്ഗം അല്ലാതെ പിന്നെ നമ്മളിപ്പോ ഇതൊക്കെ വെള്ളത്തിന് വർഗ്ഗമൊക്കെ ചെയ്യുമല്ലോ, അത് കുംഭമാസം. അതെ, വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇതുണ്ട്, ചീര പയറുവർഗ്ഗങ്ങൾ ഇപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും അല്ലേ? ഓൾറെഡി ചെയ്യാൻ പറ്റും. ചതിക്കില്ല എന്നാണ് കാലവർഷം, ചതിക്കില്ല എന്നാണ്. ഇതിന് നമ്മൾ ചതിച്ചിട്ടില്ല. നമ്മളിതൊരു ബിസിനസ് പരമായിട്ടല്ല, ഒരു ക്രൈസ്.
നമ്മളെ ഈ വെള്ളരി വർഗ്ഗ വിളകൾ എന്ന് പറയുമ്പോഴേ ശരിക്കും അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ശരിക്കും ഇത് വെള്ളരി പറഞ്ഞ മറ്റേ കുമ്പളം, മത്ത, വെള്ളരി, പിന്നെ പടവലില്ല. പിന്നെ പടവലം ഇപ്പോൾ ഉടനെ ചെയ്യുന്നില്ല. കാരണം എന്താ, പടവലം ചെയ്തിട്ട് ഇവിടെ മാർക്കറ്റിംഗ് ഇല്ല, ആൾക്കാർക്ക് മാർക്കറ്റിംഗ് ആണ്. പിന്നെ നമ്മൾ ഇവിടെ അടുത്ത ആൾക്കാരൊന്നും കഴിക്കുന്നില്ല. നമ്മളിപ്പോൾ ആരും കൂടെ നമുക്ക് അയൽവാസികൾക്ക് പരസ്പരം കൊടുക്കാവുന്നതും കൂടി കടകളിൽ കൊടുക്കുന്നുണ്ട്. കടകളിൽ നമുക്ക് ഇവിടെ വേറെ ഇപ്പോൾ ഓർഗാനിക് ഷോപ്പുകൾ വന്നിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ തന്നെ നമുക്കൊരു ഷോപ്പുണ്ട്. ഇപ്പോൾ ഞാൻ കർഷക കൂട്ടായ്മ സെക്രട്ടറി ആയിരിക്കും. ഞങ്ങളുടെ കീഴിൽ തന്നെ ഒരു ഷോപ്പുണ്ട്. അതായത് കാട്ടകമ്പൽ പഞ്ചായത്ത് ഞങ്ങളും കൂടി നടത്തുന്ന ആഴ്ച ചന്ത, അതിൽ നമുക്ക് വിറ്റൊഴിയാം. ഇപ്പോൾ ഓൾ കേരള ജൈവ കർഷക സമിതിയുടെ കുന്നോളത്തെ ഷോപ്പ് വരുന്നുണ്ട്, നമുക്ക് അതിന് വിറ്റൊഴിക്കാം. അപ്പം നമുക്ക് അതിനുള്ള ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നമുക്ക് വിൽക്കാനുള്ള ഇതുണ്ട്. നമുക്ക് കടകൾ വിറ്റാൽ ഒരു വർഷത്തെ ഞാനൊരു സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ചീര ഇത് കടത്തില്ല തന്നെ പകുതിയോളം ചീര ചെയ്തു, തണ്ട് മുറിച്ച് നമുക്ക് കൊണ്ടെടുക്കും. നമ്മൾ ഒരു കിലോ നമുക്ക് 20 രൂപ കിട്ടും. സങ്കടപരമായ കാര്യം ഒന്നുണ്ട്, നമ്മളത് പുറകോട്ട് തിരിഞ്ഞതിനായിട്ട് മുന്നേ തന്നെ അവർ 4 പീസാക്കിയിട്ട് ഒരു കെട്ടിന് 25 രൂപയൊക്കെ കൊടുക്കുന്നത്. അപ്പൊ തന്നെ നമുക്ക് ആ ക്രേസ് പോയി. ശരിക്കും ആ കർഷകന് കിട്ടേണ്ട ഒരു മൂല്യം ശരിക്കും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ ഓർഗാനിക് ഷോപ്പുകൾ നമുക്ക് ഫുൾ സപ്പോർട്ടിങ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് എനിക്ക് ഒരു കർഷക അവാർഡ് പറഞ്ഞിരുന്നു. ഞാൻ ഒരു കർഷക അവാർഡ് കിട്ടിയിട്ടുണ്ട്, മികച്ച സമ്മിശ്രിത കർഷകനുള്ള. അപ്പോൾ അതിൽ തന്നെ ഞാൻ കൃഷി ഓഫീസറും മറ്റവരോടൊക്കെ സംസാരിച്ചപ്പോൾ, ബഷീർ നീ ചെയ്യേ, ഇഷ്ടം പോലെ ഞങ്ങളൊക്കെ എടുക്കാം, ഇനി ഞങ്ങൾ എടുക്കാൻ പറ്റില്ല, നിനക്ക് ഞങ്ങൾ അത് വഴി കാട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും സപ്പോർട്ടുണ്ട് കൃഷി ഓഫീസർ. അതായത് കൃഷി ഓഫീസറോട് പറഞ്ഞപ്പോൾ കൃഷി ഓഫീസർ പറഞ്ഞു, ബഷീർ ഇപ്പോൾ പുതിയ കൃഷി ഓഫീസർ വന്നിരിക്കുന്നത്, ബഷീറെ സ്ഥലം വന്ന് കാണാം. ഇപ്പോഴത്തെ കൃഷി ഓഫീസർക്ക് എന്നെ പറ്റി കൂടുതൽ അറിയില്ല, മുന്നേ പോയവർക്കൊക്കെ അറിയാം. അവർ വരേണ്ട ഫുള്ള് സപ്പോർട്ടിങ് ഉണ്ട്. ഇപ്പോഴത്തെ കൃഷി ഓഫീസർ പറഞ്ഞു, ബഷീറെ ഞാൻ വരാം, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തുതരാം. എന്നെ പറ്റിയിട്ട് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ 2-3 ഇതിൻ്റെ സെക്രട്ടറി എന്തൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എന്നെ അറിയാം. അപ്പോൾ അങ്ങനെ സപ്പോർട്ടിങ്. ബഷീറാക്ക ഒരു ഫുൾ ടൈം കർഷകനാണ്. അപ്പോൾ വേറെ ഉണ്ട്. എനിക്ക് ഇതൊരു സൈഡ്, അതായത് ഇപ്പം എനിക്ക് 3 മാസം കഴിഞ്ഞ് ജോലിക്ക് പോകാൻ പറ്റും. ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ് ജോലി സ്വന്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 മാസം 4 മാസം ഞാൻ മാറ്റി നിർത്തി. കാരണം ഈ കൃഷിയാണ് എൻ്റെ ജീവിതം. ഞാനിപ്പോൾ പലരും വിളിക്കുമ്പോൾ ഞാൻ പറയും കൃഷിയെ കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടേ നമ്മളിപ്പോൾ വിത്ത് നടുന്ന രീതിയാണല്ലോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ വിത്താണ് നമ്മൾ നടുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പരിചരണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? ഇപ്പം നമ്മൾ നടുന്നത് മറ്റേ മത്തൻ, കുമ്പളം, വെള്ളരി, പിന്നെ തണ്ണിമത്തൻ, പിന്നെ വെണ്ട ചെയ്യുന്നുണ്ട്, പയറ് ഇപ്പം നടന്നുണ്ട്, പയറ്. അത് കൂടാണ്ട് നമ്മൾ കയ്പ ചെയ്യുന്നുണ്ട്, അത് പാവല്. ഇതിൻ്റെയൊക്കെ വിത്ത് നടുന്ന രീതി എല്ലാം ഒരേപോലെയാണ്. ഇപ്പൊ നമുക്ക് ഞാൻ ഒരേപോലെ ഞാൻ നടന്നത്, പലർക്കും പല ഇതുണ്ടാവും. ഞാൻ ഒരേ ലെവലിലേക്കാണ് നടന്നത്. അതായത് നമ്മൾ കുഴിയെടുത്ത് അതിൽ അടിവളം നമ്മൾ ചാണകപ്പൊടി, അതിൽ മറ്റേ ചാരം മിക്സ് ചെയ്തിട്ട് അടിവളം ഉപയോഗിക്കുന്നത്. ഓക്കെ. അതിന് ശേഷം നമ്മൾ വിത്ത് ഇടുന്നു. ആ വിത്ത് നമ്മൾ തയ്യാറാക്കുമ്പോഴേ എങ്ങനെയാണ് അതിന്റെ സെലക്ട് ചെയ്തിട്ട് എങ്ങനെ എടുക്കുന്നത്? ഞാൻ വിത്ത് എടുക്കുന്നത് കാർഷിക കോളേജിൽ നിന്ന്, തൃശ്ശൂർ കാർഷിക കോളേജിൽ നിന്ന് നമ്മൾ വിത്ത് എടുക്കാറുള്ളൂ. പുറമെന്ന് എടുക്കാറില്ല. പുറമെന്ന് എടുത്താൽ തന്നെ നമുക്കത് പൂർണ്ണ കിട്ടുന്നില്ല. അതായത് 2 ഇല വരുമ്പോഴത്തേന് നമുക്ക് കായ് വല്ല തുടങ്ങും. അപ്പോൾ ഇത് നമുക്ക് അവിടുന്ന് കാർഷിക കോളേജിൽ നമ്മളെ ആൾക്കാരെ നമുക്ക് അവിടെ എത്തിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ പയർ വിത്ത് തന്നെ നമ്മൾ ഒരു 1/2 കിലോനോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ കാർഷിക കോളേജിൽ നിന്ന് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കുള്ള ആൾക്കാരുണ്ട്, മറ്റേ ഈ പഞ്ചായത്തിൽ നിന്നും ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല വിത്താണ്, കുഴപ്പമില്ല. വിത്ത് ഈ വിത്ത് എങ്ങനെയാണ് നിങ്ങൾ നടുന്നതിന്റെ മുന്നേ ഇതിന്റെ ഒരു അതായത് മറ്റേ തൊണ്ട് കനം കൂടിയ വിത്ത് 8 മണിക്കൂർ വെള്ളത്തിരും. തൊണ്ട് കനം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവലിൻ്റെ ഒക്കെ തൊണ്ട് കനം കൂടിയാണ്. അതുപോലെ മത്തൻ അതൊക്കെ 8 മണിക്കൂർ വെള്ളത്തിലും കുതിർത്തിട്ട് വെള്ളത്തിരണം. മറ്റത് തൊണ്ട് കനലില്ലാത്തത് 2 മണിക്കൂർ ഇട്ടാൽ മതി. ഈ പയറൊക്കെ 2 മണിക്കൂർ ഇട്ടാൽ മതി. അതെന്താണ് ആ വെള്ളത്തിലിടുന്ന പെട്ടെന്ന് മുളച്ച് വരാൻ. കേടുണ്ടെങ്കിൽ ആ സാധനം ശരിക്കും പൊന്തി വരും. നമ്മൾ വെള്ളത്തിൽ തന്നെ പൊന്തി വരും. നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ഒന്നും താഴ്ന്നു പോവില്ല. ഒരു 1 മണിക്കൂർ ഒക്കെ ആ ആൾക്കാരെ കെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് മാറ്റും. അതുപോലെ കേടുള്ള വരാറില്ല. മറ്റേ കാർഷിക കോളേജിൽ നിന്ന് അങ്ങനെ കേട് വരാറില്ല, എന്നാലും ചിലത് വരാറുണ്ട്. എങ്ങനെയാണെന്നാ നമുക്ക് ഇതിന്റെ മണ്ണ് പ്രിപ്പയർ ചെയ്യുന്ന രീതി നോക്കാം. നമ്മളിപ്പോ ഇത് ആകെ പുൽപ്പിടിച്ച് കിടക്കുന്ന പ്രദേശം. അത് നമ്മളത് റൊട്ടോവേറ്റർ കൊടുക്കുന്നത് ഞാനും ജ്യേഷ്ഠനും കൂടി റൊട്ടോവേറ്റർ കൊടുന്ന് അടിച്ചു. ഇപ്പൊ ഈ ലെവൽക്ക് ആക്കിയിട്ടുണ്ട്.
ഇതിലേ ഈ വിത്തുകൾ നടുമ്പോഴേ ശരിക്കും ഇത് തടമെടുക്കുന്ന രീതി എങ്ങനെയാണ്? ശരിക്കും വളരെ വിളകൾക്ക് റൗണ്ട് തടം എടുക്കുന്നുണ്ട്. റൗണ്ട് തടം എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എടുക്കുന്നത് ഇങ്ങനെ നീളം തട. ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. നീളം തടം എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ചാല് കീറിയ രണ്ട് ഭാഗത്തേക്കും വെള്ളം നമുക്ക് എത്തിക്കാൻ പറ്റും. ഒരു ഗുണം വെള്ളരി വറുകളാണ് റൗണ്ട് ആണെങ്കിൽ നമ്മൾ പൈപ്പിട്ട് ഓരോന്നിന്റെ കടക്കിലേക്ക് നമ്മൾ എത്തിക്കണം. ഇത് നമ്മൾ ഈ സൈഡിൽ നമ്മൾ ചാല് ഒറ്റ മേഞ്ചാല് പോകാൻ നമുക്ക് ഇടച്ചാല് വഴി വെള്ളം നമുക്ക് കടത്തിവിടാം. അപ്പൊ നമുക്ക് പണി എളുപ്പം, വെള്ളം നനവിന് പണി എളുപ്പം. എത്ര വീതി വരും ശരിക്ക്? ഇത് ഇല ടു ഇല തൊടരുത്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ വെണ്ട ചെയ്യുന്നത്. വെണ്ട മറ്റത് പടർന്നു പോണത് നമ്മൾ ശരിക്കും ഒരടി പൊട്ടിക്കണത് ചെയ്യുന്നത്. ഒരടി ചെയ്യുമ്പോൾ തന്നെ അതിൽ നല്ല തണ്ടും കരുത്തുള്ള തൈകൾ നിർത്തി ബാക്കിയുള്ള നമ്മൾ പിഴുത് കളയും. ഇങ്ങനെ ചെയ്താൽ അത്യാവശ്യം വിളവ് കിട്ടുള്ളൂ. ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ആയിക്കോട്ടെ. നമ്മൾ ഈ ചവർമാന്തുന്ന സാധനം അത് ഇതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ വലിയ വലിയ കട്ടകൾ കിടക്കുന്നുണ്ടാവും. അത് നമ്മൾ കറക്റ്റായിട്ട് ഏകദേശം 4 അടിയോളം നമുക്കിത് വീതി വേണം. കാരണം എന്നിട്ട് 2 അടി കയപ്പ്, തൈ 2 അടി കയപ്പ് വേണം നമുക്ക്. 2 അടി. കാരണം നമുക്ക് എയർ പാസിങ് കിട്ടണം. അസുഖങ്ങൾ കുറക്കാൻ വേണ്ടി എയർ പാസിങ്. പിന്നെ അതിൽ ഇല ടച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടി വേണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കട്ടാക്കിയിട്ട് ഇതിന് വലിയ കട്ട നമുക്ക് സെയിൽ നട്ടെടുക്കും. നീക്കിടാം. അപ്പോൾ ഇത് നല്ലതാണ്, തരിമണ്ണായി. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വിത്ത് പാവാണെങ്കിൽ തന്നെ പെട്ടെന്ന് പൊന്തി വരാൻ പറ്റും. ചിലത് കല്ലിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ പോരില്ല. ഈ മണ്ണ് ശരിക്കും അത്ര ആദ്യം നല്ല ഇളക്കിയിട്ടുണ്ട്. അതായത് റോട്ടോവേറ്റർ അടിച്ചിട്ടുണ്ട്. 2 ട്രിപ്പ് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ പുല്ല് കംപ്ലീറ്റ് നീക്കം ചെയ്ത് 2ാം ട്രിപ്പ് നമ്മൾ മൊത്തം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തുടങ്ങിയത് നല്ല ആഴത്തിൽ തന്നെ ഉണ്ട്. അത്രയും ഇത് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നത് ഇതിൻ്റെ വീതി എടുക്കുക. നമ്മളിത് കറക്റ്റായിട്ട് ഇതിൻ്റെ വീതി കറക്റ്റായിട്ട് പോകും. വീതി അപ്പോൾ കറക്റ്റ് 4 അടി കിട്ടും നമുക്ക്. നമ്മൾ 4 അടി കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള സൈഡിലേക്ക് കെട്ടും. ഈ വലിയ കല്ലുകളൊക്കെ സൈഡിലേക്ക് കെട്ടുമ്പോൾ നമ്മളിപ്പോൾ തടം എടുത്തു. ഓക്കെ. എടുത്തതിന് ശേഷം പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്താണ്? എങ്ങനെയാണ് നമ്മളിതിന് ഇനി ഇത് വിത്ത് പാവാൻ വേണ്ടി ചെറിയ കുഴികൾ എടുക്കണം നമുക്ക്. ഇതല്ലേ അകലല്ലേ നേരത്തെ നിങ്ങൾ പറഞ്ഞു? ഓക്കെ. തൊടാതെ. ഓക്കെ. ഞാൻ ഇതിപ്പോൾ ഓൾറെഡി ഇപ്പോൾ കാണുമ്പോൾ ഒരു 1.5 അടിയോളം ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അത് നമ്മളത് ഇനിയിപ്പോൾ നല്ല തൈകൾ മാറ്റി ശരിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ചാല് കൂടി പോകുന്നുണ്ട്. വെള്ളം സെൻറ്ററിൽ കൂടെ പോകും. ഒരു ചാല് പോകാൻ നമുക്ക് ഒരു ഭാഗത്ത് മാത്രം നമ്മൾ വെള്ളം ഇട്ട് കൊടുത്താൽ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റൗണ്ട് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് പൈപ്പെല്ലാം എടുത്ത് കത്തിക്കണം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ ചെയ്ത് തന്നെ ചിലപ്പോൾ തൈകൾ കേടുവരാൻ സാധ്യതയുണ്ട്. ഇല്ല, അധികം താഴ്ത്തില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിങ്ങനെ കുഴി എടുത്ത് പോയി ഇനി ഇത് ഷേപ്പ് ആക്കുന്നുണ്ട്. ഇതിനുള്ളിലത്തെ വലിയ കട്ട നീക്കി ഇതുള്ളൂ. ഇത്ര നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മളെ ഇനിയിപ്പോൾ എന്താണ് കുഴി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത അടിവളം ഇടണം. അടിവളമായിട്ട് കൊടുക്കണേ നമ്മളിപ്പോൾ പൂർണ്ണ ജൈവമായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ജൈവ വളമുള്ള സാധനങ്ങൾ നമ്മുടെ ഉണ്ട് ഓൾറെഡി. ചാണകം, ആട്ടിൻ കാഷ്ടം, കോഴിക്കാഷ്ടം, ഇത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ അടിവളമായിട്ട് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയും ചാരം മിക്സ് ചെയ്തിട്ട്. അതായത് എല്ലാ വിത്തുകൾക്കും അടിവളമായിട്ട്. അതായത് ഇത് പെട്ടെന്ന് പൊന്തി വരാൻ, അതായത് ഇപ്പോൾ ചിലപ്പോൾ മണ്ണ് ചില ഇറുക്കം വരുന്നുണ്ടെങ്കിൽ, അതായത് പിടുത്തം വരുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നിന്ന് പെട്ടെന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് അടിവളമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പിടുത്താണ് നമ്മൾ ഇതിലിടുന്നത്. ഇനിയിപ്പോൾ അതിന് മുകളിൽ വിത്ത് വെച്ച് അതിന് മുകളിൽ നമ്മൾ പൊടിമണ്ണ് നമ്മൾ ഇറക്കും. അതിന് മുകളിൽ അപ്പോൾ പെട്ടെന്ന് പൊന്തി വരും. അതിനുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇത് ഇടുന്നത്. പിന്നെ ഇതിങ്ങനെ ഈ പൊടിച്ചുണ്ടാക്കണത് കുറച്ച് എളുപ്പമല്ല. അപ്പോൾ ഇത് തണലത്തിട്ട് ശരിക്കും ഉണക്കി ചാണകം തണലത്തിട്ട് ഉണക്കി സൂര്യത്തിട്ട് ശരിക്കും ഉണക്കരുത്. അത് കാരണം എന്നിട്ട് അതിൻ്റെ സൂക്ഷ്മാണുക്കൾ നശിച്ചു പോകും. അപ്പോൾ അതിപ്പോൾ തണലത്തിട്ട് ഉണക്കി. നാടൻ പശുവിൻ്റെ ആണോ ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ്? രണ്ടും ഉണ്ട്. പൊടിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് എന്നിട്ട് അരിച്ചെടുക്കും. ഈ ചാരട നിങ്ങളിവിടുത്തെ മണ്ണിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? സ്വഭാവം ഇത് pH കുറവാ. ഇതിൽ അത് 5.5 വരെ ഒക്കെ വരുന്നുണ്ട് ഇവിടുത്തെ മണ്ണ്. 7ന്റെ മേലെ വേണം. അപ്പൊ വേണല്ലോ. അപ്പൊ നമ്മള് എന്താ ചെയ്യണപ്പോ? കുമ്മായം
കുമ്മായം ചേർക്കും. എല്ലാ കൃഷിയിലും ചേർക്കണം. അതായത് ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ഈ ഇതിടുമ്പോഴേ ഇപ്പൊ ഈ വിത്തിടുമ്പോ ഇത് മാത്രമേ നമ്മൾ അടിവളമായിട്ട് കൊടുത്തു മണ്ണ്, ഇനി കുമ്മായം എപ്പോഴാണ് ആഡ് ചെയ്യണത്? എങ്ങനെ കുമ്മായം നമ്മൾ നോക്കുന്നത് അത് നമുക്ക് ഇലക്ക് മഞ്ഞ കളറൊക്കെ വരുന്നു. ഇതിന്റെ pH ഗുണം കൊണ്ട് നമുക്ക് അതിനായിട്ട് അറിയാം. ഇല മഞ്ഞ അല്ലെങ്കിൽ പിന്നെ ഇട്ടാം. പിന്നെ അതിന് ശരിക്ക് കുഴി എടുത്ത് 7 ദിവസം ഇടണം. കുമ്മായം ചാണകപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ശരിക്കും 7 ദിവസം ഉറക്കാൻ കെടുത്താം ശരിക്കും ഇടണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഇനിയിപ്പോ ഇതിലിപ്പോ നിങ്ങൾ ഈ വിത്ത് നട്ടാലേ ഇപ്പൊ കുമ്മായിട്ടിട്ടില്ലല്ലോ, പിന്നീട് അത് ഇട്ട് കൊടുത്താൽ മതി? മതി. ഞാൻ മുന്നേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇട്ടോക്കാം. നമ്മളൊരു സ്ഥലത്ത് കുഴിച്ചിട്ട് നമുക്കത് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മളത് കുമ്മായം ചേർക്കും. ഇപ്പൊ ഞാനത് pH ടെസ്റ്റ് ചെയ്തു, ഉടനെ ടെസ്റ്റ് ചെയ്തു കളഞ്ഞിട്ടുണ്ട്. 6ന്റെ മേലുണ്ട്. വിഷയമില്ല, ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങളെ വിത്തുകളൊന്ന് പരിചയപ്പെടുകയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ നടാൻ പോണത്, ആ വിത്തുകളൊന്ന് കാണാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ നിലവിലിപ്പോൾ ഇതിൽ ഏതൊക്കെ വിത്തുകളാണ് ഉള്ളത്? വെള്ളരി. ഏതാ വെള്ളരി? നോട്ട് വെള്ളരി. ഇത് വെള്ളരി അല്ലേ? ഓക്കെ. പിന്നെ മത്തൻ അല്ലേ? അതിൽ പാവല്. ഇത് കനകമണി. ഇതറിയാം, പയർ. കനകമണി ഇത് നമ്മൾ വലിയ പയറാണോ? അല്ലല്ല, കുറ്റിപ്പയർ അല്ലേ? ഇതില് വെണ്ട. അത് നമ്മൾ ചെറിയ വെണ്ട ഉണ്ട്, ആനക്കൊമ്പൻ. ഇത് ആനക്കൊമ്പൻ അധികം ചെയ്യുന്നില്ല ഇവിടെ. കുമ്പളം അല്ലേ? മറ്റേ ഇത് തണ്ണിമത്തൻ. ഇത്രയും വലുപ്പം വന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കുതിർത്തി നമുക്ക് പെട്ടെന്ന് മുള വരാൻ. അല്ല, അപ്പൊ ഇതിൽ കേടുള്ളതൊക്കെ മാറ്റി. ഇതെല്ലാം കാർഷിക കോളേജിൽ നിന്നുള്ള. അതെ. നിങ്ങളിപ്പോ നീളൻ ഇതിലാണല്ലോ ഇതിന്റെ തടെടുത്തത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് ഇത്രയും വിത്തുണ്ട്, അപ്പോ ഒരു നീളം കംപ്ലീറ്റ് നിങ്ങൾ ഒരേ വിത്താണോ ഇടുന്നത്? ഇല്ല, നമ്മൾ വള്ളി വർഗ്ഗങ്ങൾ രണ്ടും ഒരേ സൈഡിൽ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും പറ്റണം, അവിടുന്ന് ഇങ്ങോട്ടും പറ്റണം, ഒരേ തന്നെ. അല്ലെങ്കിൽ നമുക്ക് പരാഗണം വിഷയം ഉണ്ടാവും. ഇതാ ശരിക്കും പരാഗണം നടക്കുന്നുണ്ടെങ്കിൽ പൂവുംപൊടി നമ്മൾ അതിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടാണ് പരാഗണം നടത്തുക. ഇതാകുമ്പോൾ ഇവിടുന്ന് വിടുമ്പോൾ പരാഗണത്തിന് വിഷയം വരുന്നില്ല. രണ്ട് ഭാഗത്തുനിന്നും രണ്ട് സൈഡിൽ എല്ലാ തടത്തിലും എല്ലാ വിത്തും ഉപയോഗിക്കും. അല്ലല്ല, ഇപ്പോൾ ആ സൈഡിൽ നിന്നുള്ള ഇങ്ങോട്ട് വരും, ഇവിടെ നിന്നുള്ള മത്തൻ തന്നെ ഇങ്ങോട്ട് വരും, അവിടുന്ന് മത്തൻ ഇവിടുന്ന് മത്തൻ. അങ്ങനെയാണ്. രണ്ട് സൈഡില്. അപ്പൊ ഒരെണ്ണത്തിന്റെ പകുതി വരെയാണോ ഇത് ഇട്ടാ? പകുതി വേറെ എന്തെങ്കിലും ആണോ ഇടുന്നത്? അപ്പുറത്ത് പകുതി വേറെ ഇടും. അതല്ലേ? അങ്ങനെ വേറെ ഏതെങ്കിലും വിത്ത്? ഓ, അങ്ങനെയാണ്. അത് നിങ്ങള് ഇതിനെന്തെങ്കിലും തിരിച്ചറിയാനും കാര്യങ്ങൾക്ക് ഉണ്ട്. നമ്മളൊരു പ്ലക്കാർഡ്, ഒരു ചെറിയൊരു ബോർഡ്, അത് ഇതിന്റെ തന്നെ മറ്റേ ബോർഡ് നമ്മൾ അടിച്ചിരിക്കണം. നമ്മൾ കണ്ട ഇത് നാടൻ കുമ്പള. ഇതിങ്ങനെ കുത്തിവെക്കുന്നുണ്ട്. നമുക്ക് അറിയാൻ വേണ്ടിട്ട്. പിന്നെ അതല്ല, ഇവിടെ ആൾക്കാർ ഈ വഴി നടക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന സ്ഥലത്ത് വിത്ത് ഇട്ടിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിട്ട് അതിനും കൂടിയിട്ടുള്ള ഒരു നടന്ന് നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ പിന്നീട് ഇതിന് ഈ ഇതൊക്കെ കഴിഞ്ഞാൽ ഞാറ്റടി കഴിഞ്ഞാൽ പശുക്കൾ ഇറക്കും. അപ്പൊ നമ്മൾ അതിനുള്ള ഗ്രീനെറ്റ് നമ്മൾ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളിനി വിത്ത് നടുകയാണ്. വിത്ത് നടാൻ പോകണം. വിത്ത് നടുമ്പോഴേ അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുഴിയിൽ എത്ര വിത്ത് ഇടാ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇപ്പൊ ഇതിൽ ഓരോന്ന് ഓൾറെഡി ഇടണല്ലോ. ഇനി ഇത് കുമ്പള വിത്ത്. നമ്മൾ ഇനിയിപ്പോ ഇതിന്റെ ബാലൻസ് വിത്ത് നമ്മൾ ഒരു തടയെടുത്തിട്ട് അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെക്കും. പിന്നെ ഇതിൽ നമ്മള് പോയതനുസരിച്ച് നമ്മള് പറിച്ച് നടാൻ വേണ്ടിട്ട്. പിന്നെ വിത്ത് നടുമ്പോ ഇതിങ്ങനെ ശരിക്കും ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. ഇത് അല്ല, ഇത് ഈ ഭാഗം അടിയിലേക്കാക്കിട്ട് ഇത് വേര് വരുന്ന ഭാഗമാണ്. ഇത് വേര് വരുന്ന ഭാഗമാണ്. അത് നമ്മളിത് ഇങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ വരണം. അത് അപ്പൊ പൊന്തി വരാൻ കുറച്ച് സമയം എടുക്കും. ഇതിപ്പോ നമ്മൾ ഓൾറെഡി അടിവളട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ഒരു അധികം മണ്ണില്ല, കുറച്ച് നമ്മൾ മണ്ണ് പൂശുള്ളൂ. അല്ലെങ്കിൽ പൊന്തി വരാൻ ഒരു എളുപ്പം പൊന്തി വരില്ല. ഓക്കെ. ഇപ്പം നമ്മൾ കുമ്പളം നട്ട് കഴിഞ്ഞു. കുമ്പളം മറ്റുള്ളതൊക്കെ ഒരേ എല്ലാവർക്കും നടുക. ഇനിയിപ്പോൾ അടുത്ത് നടാൻ പോണത് നമ്മളുണ്ടോ വെണ്ട. ഇത് ഏത് വെണ്ടയാണ്? ഇത് സാധാ വേണ്ട. ആനക്കൊമ്പനുണ്ട്. ആനക്കൊമ്പനം ഇപ്പോൾ 2 തരം കൂടി എടുക്കണം. ഓൾറെഡി എടുക്കാനുണ്ട്. അല്ല, ഇപ്പൊ ആ വിത്തുകളെ ബാക്കിയുള്ള വിത്തുകളൊക്കെ ഒരേപോലെ വെണ്ട കുഴപ്പമില്ല. വെണ്ട ഇതാണ് ഈ ശരിക്ക് ഇതിൽ നിന്നാണ് ഇതിൽ നിന്നാണ് വരിക. മുള തിന്നാ വരിക, അല്ല വേര് തിന്ന് വരിക. നമുക്കത് എങ്ങനെ ഇട്ട് കൊടുത്താലും കെടുക്കില്ല.
നമ്മൾ അപ്പോൾ വെറുതെ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം മണ്ണ് ഇടാണ്ടിരുന്നാൽ മതി. ഞാൻ ജസ്റ്റ് കാണിച്ചു ഒരു പൂസിലാണ് ഇനി പൊന്തി വന്നോളൂ മൂപ്പര്, അത്രേ ഉള്ളൂ. ചിലരൊക്കെ 2 ഇടുന്നുണ്ട്. അത് 2 ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ നമ്മൾ വളമിട്ട് വെക്കണം. ശരിക്കും 2 തന്നെ വളമിട്ട് വെക്കണം. അതിൽ ശരിക്കും തല്ലൂട്ടുണ്ടാവും. നമ്മൾ ഒരു പൊതി ഭക്ഷണത്തിൽ നിന്ന് 2 കൂടി വാരി വലിച്ചെടുക്കും പോലെ ആവും അത്. അതുകൊണ്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 തന്നെ ഇടണുള്ളൂ. അല്ലെങ്കിൽ അവർക്കുള്ള ഭക്ഷണത്തിൻ്റെ ഇത് അതുകൊണ്ടാണ് നമ്മൾ കുഴി അകലം കൊടുക്കുന്നതും. അപ്പുറത്തെ ആളുടെ ഭക്ഷണം ഇയാൾ എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ നനക്ക വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഒഴിച്ചെടുക്കാൻ പറ്റുമല്ലോ. കൂടുതൽ വെള്ളം ഒഴിച്ചെടുക്കാൻ വിത്ത് പൊന്തി പോരും. അപ്പോൾ നമ്മൾ മുള പൊട്ടി ഒരു 2-3 ഇല വിരിഞ്ഞതിന് ശേഷം നമ്മൾ വളം കയറ്റും. വളം ഇടുമ്പോൾ നമ്മൾ മണ്ണിട്ട് ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ചാല് സെൻറ്ററിൽ കൂടി ചാല് കയറും. എന്നിട്ട് നമ്മൾ അവിടെ മെയിൻ ചാല് കെട്ടിയിട്ട് അവിടുന്ന് നമ്മൾ അത് ആ പൈപ്പ് പോയ വഴിക്കൂടെ നമ്മൾ മെയിൻ ചാല് വിടും. എന്നിട്ട് ഇതിലേക്ക് തിരിച്ചു വിടും. അതാണ് ഇപ്പോൾ ഈ ചാല് എടുത്തില്ല, ഇതിലൊരു ചാല് വരും. മെയിൻ ചാല് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ചാല് പോകും. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെനക്കണ്ട. അതായത് നമ്മൾ വിഷം വരുന്നത് പൈപ്പ് പിടിച്ച് വിഷം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് വലിച്ച് തൈകൾ കേട് വരാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ വിഷം വരുന്നില്ല. നമുക്ക് മണ്ണ് മറ്റേ തൈകളുടെ അടിയിലേക്ക് മണ്ണ് കയറ്റും ചെയ്യാം, ചാലാവുകയും ചെയ്യും നമുക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ കണ്ടു. നമുക്ക് എങ്ങനെയാണ് ഒരു വിത്ത് നടേണ്ടത് എന്നുള്ളത് നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് മനസ്സിലായി. കാരണം ഇതൊരു ചെറിയ സിമ്പിൾ വീഡിയോ ആണ്, വളരെ ചെറിയൊരു കാര്യമാണ്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്. പലരും പല ഭാഗങ്ങളിൽ നിന്നും ഈ വിത്തുകൾ വാങ്ങുക, അത് മുളയ്ക്കാതിരിക്കുക, പിന്നീട് കൃഷിയോട് തന്നെ ചില ആളുകൾക്ക് വീട്ടിൽ ചെറുതായിട്ട് കൊണ്ടുപോയിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർ കൊണ്ടുപോയിട്ട് വിത്ത് മുളച്ചില്ലെങ്കിൽ അതോടുകൂടി അവർ കൃഷി അവിടെ ഇട്ട് പോകും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം. കാരണം എന്താ വെച്ചാൽ നമുക്ക് വിത്ത് നടേണ്ട ഒരു രീതി മനസ്സിലാവണം. വിത്തിനെ എങ്ങനെ നമ്മൾ നടുന്നതിൻ്റെ മുന്നേ ഈ വെള്ളത്തിലിട്ട് വെക്കേണ്ട കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബഷീറാക്കാനെ വിളിക്കുക. ഞാൻ നമ്മുടെ വീഡിയോയിൽ ബഷീറാക്കാൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുടർന്ന് നമ്മുടെ കൂടെ ഉണ്ടാവുക. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമുക്ക് തന്ന എല്ലാ സപ്പോർട്ടും കമൻറ്റും ലൈക്കും ഷെയറും എല്ലാം കൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. അപ്പോൾ ശരി, ഓക്കെ.